നോബൽ പ്രോട്ടസിന്റെ പുതിയ എപ്പിസോഡിൽ നിന്ന് സംസാരിക്കുന്നത് ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി. ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന നോവലിന് വ്യക്തമായൊരു രാഷ്ട്രീയമുണ്ട്. അതൊരു സ്ത്രീപക്ഷ രാഷ്ട്രീയം തന്നെയാണ്. ഒരു കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ ജീർണിച്ച ഒരവസ്ഥയെ മുൻനിർത്തിക്കൊണ്ട് എഴുതിയ ഒരു നോവൽ. അതിൽ പ്രതിപാദ്യമായ വിഷയം എന്ന് പറഞ്ഞാൽ ആ ഒരു ജീർണാവസ്ഥക്കെതിരെയുള്ള അവരുടെ ഉറച്ച ഒരു ശബ്ദം. ദേവകി മാനമ്പിള്ളി എന്ന ഒരു സ്ത്രീ കഥാപാത്രത്തിലൂടെയാണ് ഇതിന്റെ കഥ മുന്നോട്ട് പോകുന്നത്. ദേവകി മാനമ്പിള്ളിയും അവരുടെ സഹചാരിയായ ഒരു തങ്കം നായർ, ഈ രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളാണ് ഇതിന്റെ മുഖ്യമായ കഥാപാത്രങ്ങൾ. ഒരു നമ്പൂതിരി മനയിൽ നടക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലെ സ്ത്രീകൾ അനുഭവിച്ച ദുരിതങ്ങളുടെ, അതായത് നമ്പൂതിരി മനകളിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള രീതിയിൽ എന്താ പറയുക, ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ കുറേ ദുരിതങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ദുരിതങ്ങളെയൊക്കെ വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് ലഭിക്കാതെ പോകുന്ന ഒരു ദാമ്പത്യ സുഖം, നഷ്ടപ്പെട്ടു പോകുന്ന കുറെ സന്തോഷങ്ങൾ, ഒരു തുറുങ്കിൽ അടച്ചതുപോലെ, അതായത് ആ തേവാരപ്പുരയും അടുക്കളയും ഇല്ലവും മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു ജീവിതം. അതാണ് പൊതുവെ ആ ഒരു കാലഘട്ടങ്ങളിലെ നമ്പൂതിരി സ്ത്രീകളുടെ ജീവിതം. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് രംഗത്തേക്കും, അതുപോലെ MRBയെ പോലുള്ള ആ സമുദായത്തിൽപ്പെട്ട കുറെ എഴുത്തുകാര് നമ്പൂതിരി സ്ത്രീകളെയൊക്കെ അല്ലെങ്കിൽ അവരുടെ ഒരു നവോത്ഥാനത്തിന് ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു കാറ്റഗറിയിൽ ഒരു സ്ത്രീ എഴുതിയ, എനിക്ക് തോന്നുന്നു ഇത്രയും പ്രശസ്തമായ ഒരു നോവല് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറ തോമസിന്റെ ഒക്കെ ഒരു നാർമടിപ്പുറവ എന്ന് പറഞ്ഞൊരു നോവൽ ഉണ്ടെങ്കിൽ പോലും ഈ ലളിതാംബിക അന്തർജനത്തിന്റെ ഈ നോവലിനുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അത് ആ നമ്പൂതിരി സമുദായത്തിലുള്ള സ്ത്രീ, ആ ഒരു ദുരിതങ്ങൾ നേരിട്ടറിഞ്ഞ ഒരു സ്ത്രീ തന്റെ തൂലികയിലൂടെ ആ ഒരു അനുഭവത്തെ പങ്കുവയ്ക്കുന്നു. കാര്യം ഇതില് ഈ ദേവി ബഹൻ അല്ലെങ്കിൽ ഈ ദേവകി മാനമ്പിള്ളി എന്ന് പറഞ്ഞൊരു കഥാപാത്രം യഥാർത്ഥ ജീവിതത്തിലുള്ളൊരു കഥാപാത്രമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു വ്യക്തതയില്ല. കാര്യം ഒരു ഫിക്ഷന്റെ രീതിയിൽ നമുക്ക് ഈ ഒരു നോവലിനെ കാണാമെങ്കിലും ലളിതാംബിക അന്തർജനം എവിടെയൊക്കെയോ കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ സ്വമേധയാ അവര് തന്നെയാണോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ സംശയം തോന്നാം. പക്ഷേ ലളിതാംബിക അന്തർജനത്തിന്റെ ജീവിതവും ഇതിലെ കഥാപാത്രത്തിന്റെ ജീവിതവും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു ആത്മരോഷം ആ ഒരു കഥാപാത്രത്തിലൂടെ അവർ അവതരിപ്പിച്ചതാകാം. പൊതുവെ ഈ നമ്പൂതിരി സ്ത്രീകൾക്ക് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നും മോഹിക്കാനുള്ളൊരു അവകാശങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം. വിധവയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് തന്നെക്കാൾ ഒരുപാട് പ്രായം, അച്ഛന്റെ പ്രായമുള്ള ആളുകളെ ഭർത്താവായി വരിക്കുക, പിന്നെ ഒരു ദാമ്പത്തിക സുഖം ഉണ്ടാവില്ല, പിന്നെ ജീവിതം മുഴുവൻ എന്താ പറയാ ഒരു വിധവയെ പോലെ കഴിയുക. ഇനി അഥവാ ഒരു മോഹത്തിന് അടിപ്പെട്ട് പോയാൽ സ്മാർത്ഥ വിചാരത്തിന് വിധേയാവേണ്ടി വരുന്ന അങ്ങനത്തേക്ക് ഒരു ദുഷിച്ച വ്യവസ്ഥിതിയുടെ ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുകയാണ് ലളിതാംബിക അന്തർജനം. ഇതിലെ നായികയായ ദേവകി മാനമ്പിള്ളി വലിയ പ്രതീക്ഷയോടുകൂടിയൊക്കെ ഒരു ഇല്ലത്തേക്ക് വേളി കഴിച്ച് കടന്നു വരികയും പിന്നീട് അവിടെ നിന്ന് ഏൽക്കുന്ന, അതായത് ഭർത്താവിൽ നിന്നുള്ളൊരു പരിഗണന അവർക്ക് കിട്ടുന്നില്ല. ഭർത്താവ് ഒരു ആത്മീയതയുടെ വേറൊരു ലോകത്തായിരുന്നു. ഉണ്ണി നമ്പൂതിരി എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ഇവരുടെ ഭർത്താവായിട്ട് വരുന്നത്. അത് വേറൊരു ആത്മീയതയുടെ ലോകത്താണ്. കാര്യം അയാൾക്ക് ഈ ഭൗതികമായ ഒരു സ്നേഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു ഭൗതികമായ ഒരു ലൗകിക ജീവിതത്തെക്കുറിച്ച് അയാൾ ചിന്തിക്കുന്നു പോലുമില്ല. അപ്പോൾ ഈ ദേവകി മാനമ്പിള്ളി എന്ന് പറയുന്നത് ആദ്യമേ കാണുമ്പോൾ ഒരു ഭൗതികതയുടെ ലോകത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. പിന്നീട് ജീവിതം അവരെ ഒരു വിപ്ലവകാരിയെ പോലെ ആകുന്നു. പിന്നീട് പോകെ പോകെ അവരൊരു ആത്മീയതയുടെ എന്താ പറയുക, ഒരു അവിരാമമായ ഒരു അവസാന ഘട്ടങ്ങളിൽ തികച്ചും ഒരു അനന്തമായ സ്നേഹം അല്ലെങ്കിൽ ആത്മീയതയുടെ വേറൊരു തലത്തിലേക്ക്, ഒരു ദേവി ബഹൻ അല്ലെങ്കിൽ ഒരു സുമിത്രാനന്ദജി എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു ആത്മീയതയുടെ വേറൊരു തലത്തിലേക്ക് അവരെത്തുകയാണ്. ഈ നോവലില് ദേവകി മാനമ്പിള്ളിയുടെ 3 കാലഘട്ടം കാണിക്കുന്നുണ്ട്. തേതിയെടുത്തി എന്ന് പറഞ്ഞൊരു കാലഘട്ടം, ദേവകി മാനമ്പിള്ളിയും തേതിയെടുത്തിയും ഒരു കാലഘട്ടം, അതിനുശേഷം ദേവി ബഹൻ, ഏറ്റവും അവസാനമാണ് ഈ സുമിത്രാനന്ദജി എന്ന് പറഞ്ഞൊരു കഥാപാത്രമായിട്ട് ഇവർ മാറുന്നത്. 3 കാലഘട്ടം, 3 തരം ജീവിത രീതികൾ. പിന്നെ ഇവരുടെ സ്വന്തം സഹചാരിയായിട്ട് വരുന്ന എന്താ പറയുക, ഒരു തങ്കം നായർ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഇതിൽ മുഖ്യൊരു കഥാപാത്രമാണ്. കാര്യം ഇവർ തമ്മിലുള്ള ഒരു ആത്മീയ ബന്ധം, നാത്തൂനും ആണെങ്കിൽ പോലും ഒരു കൂട്ടുകാരെ പോലെ അല്ലെങ്കിൽ സഹോദരിമാരെ പോലെ ഇവർക്കൊരു ഭയങ്കര ആത്മീയ ബന്ധമുണ്ട്. അപ്പൊ ഈ ദേവകി മാനമ്പിള്ളി അവരുടെ മാനസികമായ എല്ലാ വിഷമങ്ങളും തുറന്നു പറയുന്നത് തങ്കത്തിനോടാണ്. അപ്പൊ ഈ തങ്കവും ഒരു പരിധിയിൽ കൂടുതൽ ഇവരെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്.
പിന്നെ തങ്കം അതേപോലെ തന്നെ സ്വന്തം ഉണ്ണിയേട്ടനെയും അതിൽ കൂടുതൽ തങ്കം ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ട് നോവൽ വായിക്കുന്നതിന് മുമ്പ് കണ്ടത് സിനിമയാണ്. അപ്പോൾ സിനിമ കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക, പൊതുവെ ഒരു സ്ത്രീപക്ഷ സിനിമ അല്ലെങ്കിൽ ഒരു സ്ത്രീപക്ഷ നോവൽ എന്നുള്ളൊരു ചിന്താഗതിയിൽ നിന്ന് കണ്ട നിമിഷത്തിൽ അന്ന് വളരെയധികം മനസ്സിനെ സ്പർശിച്ച ഒരു കഥാപാത്രമായിരുന്നു ഇതിലെ ഉണ്ണി നമ്പൂതിരി. ഒരു പരിധിവരെ ഈ പ്രത്യക്ഷമായിട്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷമമാണ് ലളിതാംബിക അന്തർജനം ഇതിൽ പ്രതിപാദിക്കുന്നതെങ്കിൽ പോലും പരോക്ഷമായിട്ട് അതേ സമുദായത്തിൽ ആ ഒരു സമുദായത്തിന്റെ ഒരു സമ്പ്രദായം നിർമ്മിച്ച ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത, അതായത് ചുറ്റും വിലങ്ങുതടികൾ പോലെ പ്രാരാബ്ദങ്ങളുണ്ട്, പ്രാരാബ്ദങ്ങൾക്ക് പുറമെ കുറെ കടമകൾ, ഉത്തരവാദിത്തങ്ങൾ, ഇതെല്ലാം കൂടി പിരിമുറുക്കത്തിലാക്കുന്ന പുരുഷന്മാരുടെ ഒരവസ്ഥയും ലളിതാംബിക അന്തർജനം ഇതിൽ പറയാതെ പറയുന്നുണ്ട്. അതിന്റെ 2 ഉദാഹരണങ്ങളുണ്ട്. അതേ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ണി നമ്പൂതിരിയാണ്. ആ ഉണ്ണി നമ്പൂതിരിയോടുള്ള ഇഷ്ടം നോവൽ വായിച്ചപ്പോൾ കുറച്ചും കൂടി കൂടുതലായി. മറ്റൊരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു അപ്പൻ നമ്പൂതിരി ഉണ്ട്. അപ്പൻ നമ്പൂതിരി, അതായത് ആ ഒരു പാരമ്പര്യത്തിന്റെ ചങ്ങലയിൽ കിടന്ന് ആ ഒരു കച്ചവടവും അല്ലെങ്കിൽ അതിന്റെ കാരണസ്ഥാനവും ഏറ്റെടുത്ത് ഒന്ന് ചിരിക്കാൻ പോലും മറന്നുപോയ ഒരു കഥാപാത്രം, ആർക്കോ വേണ്ടി ജീവിക്കുന്ന ഒരു കഥാപാത്രം. തൻ്റെ നെയ്ത്യാരമ്മ എന്ന് പറയുന്ന ഒരു ധർമ്മപത്നിയുണ്ട്. ധർമ്മപത്നി എന്ന് പറയാൻ പറ്റില്ല, സംബന്ധക്കാരി. ഈ സംബന്ധക്കാരിയിൽ ഉണ്ടാകുന്ന മകളാണ് തങ്കം. ഈ തങ്കം, അതായത് അന്നത്തെ ഒരു നമ്പൂതിരി സമുദായം ഈ സംബന്ധക്കാരിയിൽ ഉണ്ടായിരുന്ന മക്കളെ ഒന്ന് തൊടാൻ പോലും അനുവദിച്ചിരുന്നില്ല. അപ്പൊ സ്വന്തം അച്ഛന് സ്വന്തം മകളെ ഒന്ന് താലോലിക്കാൻ പോലും സാധിക്കാതെ നിൽക്കുന്ന ആ ഒരു അച്ഛൻ മകൾ ബന്ധവും ഇതിൽ വളരെ മനോഹരമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ അച്ഛൻ പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് നോക്കുമ്പോൾ ഇയാൾ ഭയങ്കര ക്രൂരനും ഒരു കർക്കശക്കാരനുമാണെങ്കിൽ പോലും സ്വന്തം മകളെ ഒന്ന് ചില സമയത്ത് ചേർത്ത് പിടിക്കാനൊക്കെ കൊതിക്കുന്ന ഒരു അച്ഛൻ്റെ ഒരു വല്ലാത്തൊരു വാത്സല്യം നിറഞ്ഞൊരു മനസ്സ് പരോക്ഷമായിട്ട് ലളിതാംബിക അന്തർജനം ഈ കഥാപാത്രത്തിലൂടെ പറഞ്ഞു പോരുന്നുണ്ട്. അതുപോലെ ഈ കടമകൾക്ക് നടുവിൽ പെട്ട് നിന്ന് കഷ്ടപ്പെടുന്ന ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്ന കഥാപാത്രം, അയാൾക്ക് ആരെയും ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷെ അയാൾ ഒരു പരിധിയിൽ കൂടുതൽ ഒഴിവാക്കുന്നത് സ്വന്തം ഭാര്യനെയാണ്. അപ്പൊ അതിൽ അയാളുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും നീയും ഒന്നാണ്, അപ്പോൾ ത്യാഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ദാമ്പത്യം എന്നുള്ളൊരു ചിന്ത അയാളുടെ മനസ്സിൽ അടിയുറച്ച് കിടക്കുന്നുണ്ട്. അതേ ചിന്ത അയാൾ ഭാര്യയിലേക്ക് പകുത്തു നൽകാൻ ശ്രമിക്കുന്നുണ്ട്. ആരംഭഘട്ടത്തിലൊന്നും ഭാര്യയ്ക്ക് അത് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇതിന്റെ അവസാന ഘട്ടത്തിൽ ഇവരുടെയൊക്കെ പ്രായാധിക്യത്തിൽ എത്തുന്ന ഒരു ഘട്ടത്തിൽ അവരും ഈ ഉണ്ണി നമ്പൂതിരിയുടെ ചിന്താഗതിയുമായിട്ട് ചേർന്ന് പോകുന്നു. എല്ലാം ആ ഒരു ഭൗതികമായ എല്ലാം വിട്ടെറിഞ്ഞ് ആത്മീയമായ ഒരു തലത്തിലേക്ക് അവർ പോകുന്നു. പിന്നെ വിക്കിപീഡിയ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ലളിതാംബിക അന്തർജനം എഴുതിയ ഒരേ ഒരു നോവലാണ് അഗ്നിസാക്ഷി. പക്ഷെ അത് മലയാളത്തിന്റെ ഒരു കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇറങ്ങിയ ഒരു മികച്ച 10 നോവലുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെന്തായാലും ഈ അഗ്നിസാക്ഷി എന്ന നോവലിന് ഒരു പ്രഥമ സ്ഥാനം തന്നെയുണ്ട്. കാര്യം അതിൻ്റെ ആഖ്യാന ശൈലിയും അത് സംസാരിക്കുന്ന ഭാഷയും അതിൻ്റെ രാഷ്ട്രീയവും എല്ലാം വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ വായിക്കാത്തവരുണ്ടെങ്കിൽ വായിക്കുക. ഒരുമാതിരി എല്ലാ ആളുകളും വായനാശീലം ഉള്ള ആളുകൾ എന്തായാലും ഈ പുസ്തകം വായിച്ചിട്ടുണ്ടാവും. പക്ഷേ വായിക്കാത്തവരുണ്ടെങ്കിൽ ഈ പുസ്തകം വായിക്കുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു പുസ്തകം പരിചയപ്പെടുത്തുന്നതിനായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.